കൊറിയയിൽ പോകാൻ ക്യൂ നിൽക്കുന്നവരും എങ്ങനെ അവിടെ എത്തണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നവരും ഈ ചരിത്രം ഒന്ന് കേൾക്കണം. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. ഗൂഗിൾ മാപ്പില്ലാത്ത ആധുനിക സാങ്കേതിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് കടൽ കടന്നാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത AD 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നും കൊറിയയിലേക്ക് യാത്ര ചെയ്ത ഒരു 16-കാരിയുടെ കഥയാണിത്. കൊറിയൻ ഗാനങ്ങൾ കേട്ടോ കഥകൾ അറിഞ്ഞോ പോയതല്ല അവൾ, മറിച്ച് ആ മണ്ണിൽ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. പിന്നാലെ അവൾ ആ രാജ്യത്തിന്റെ അധിപയായി. ഇന്നത്തെ ജെൻസികൾ സ്വപ്നം കാണുന്ന ആ കൊറിയൻ ജീവിതം തന്റെ 16-ാം വയസ്സിൽ അവൾ നേടിയെടുത്തു. സുന്ദരനായ കൊറിയൻ രാജകുമാരനെ വരണമാല്യമണിഞ്ഞ് കൊറിയയിലെ രാജകുമാരിയായി മാറുകയായിരുന്നു സുരിരത്ന. കറുത്തിരുണ്ട ആകാശം, കടലിൽ ആർത്തലയ്ക്കുന്ന തിരമാലകൾ, മിന്നൽ പിണരുകൾക്കിടയിൽ ഒരു പുരാതന ഇന്ത്യൻ കപ്പൽ. കപ്പലിന്റെ മുൻഭാഗത്ത് ശാന്തയായി നിൽക്കുന്ന 16 വയസ്സുകാരിയായ പെൺകുട്ടി. ഭയം നിഴലിക്കുന്ന ഒരു കടൽ യാത്ര. സ്വന്തം രാജ്യത്തെയും പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം കൊറിയയിലേക്ക് അവൾ യാത്ര തിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ നാടിന്റെ ചരിത്രമായി മാറുകയായിരുന്നു സുരിരത്ന എന്ന ഇന്ത്യൻ പെൺകൊടി. ബുദ്ധ സന്യാസി ഇല്ലിയോണിന്റെ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് എല്ലാം തുടങ്ങിയത് ഒരു സ്വപ്നത്തിൽ നിന്നാണ്. അയൂത്ത രാജ്യത്തെ രാജാവിനും രാജ്ഞിക്കും രാത്രി ഒരു ദൈവീക ദർശനമുണ്ടായി. ദൂരെ കിഴക്ക് കടലുകൾക്കപ്പുറം ഗായ എന്നൊരു സാമ്രാജ്യമുണ്ടെന്നും അവിടെ കിങ് സൂറോ എന്നൊരു രാജാവുണ്ടെന്നും ദൈവം അവരോട് അരുൾ ചെയ്തു. തൻ്റെ മകളെ ആ രാജാവിൻ്റെ രാജ്ഞിയായി അയക്കണമെന്നതായിരുന്നു കൽപ്പന. 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളുടെ വാക്കിനും ദൈവഹിതത്തിനും മുന്നിൽ തലകുനിച്ചു. അവൾക്കറിയാത്ത ഭാഷ സംസാരിക്കുന്ന, അവൾ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു മനുഷ്യനെ തേടി ആ യാത്ര ആരംഭിക്കുകയായി. കപ്പൽ അയൂത്തയുടെ തീരം വിട്ടു. കൂടെ ഒരു വലിയ സംഘം തന്നെയുണ്ട്. 3 മാസത്തോളം നീണ്ട കഠിനമായ കടൽ യാത്ര. വിശപ്പും ദാഹവും കടൽക്കാറ്റും അവളെ തളർത്തിയില്ല. കാരണം അവളുടെ ഉള്ളിൽ ഉറച്ചൊരു വിശ്വാസമുണ്ടായിരുന്നു. താൻ പോകുന്നത് തന്റെ വിധിയെ തേടിയാണെന്ന്. ദൂരെ ചക്രവാളത്തിൽ അവൾക്ക് കൊറിയൻ തീരം കാണാം. തീരത്ത് വലിയ ജനക്കൂട്ടം കപ്പലിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീണ്ട യാത്രയ്ക്കൊടുവിൽ കൊറിയയുടെ മണ്ണിൽ ആ പാദങ്ങൾ സ്പർശിച്ചു. കൊറിയൻ ചരിത്രത്തിൽ ഹിയോ ഹാങ് ഓക്ക് എന്ന് വിളിക്കപ്പെട്ട രാജകുമാരിയുടെ കഥ അവിടെ തുടങ്ങുകയായിരുന്നു. സിനിമയെ വെല്ലുന്ന ഈ കഥ ഒരു സാങ്കല്പിക കഥയല്ല, മറിച്ച് മിത്തും ചരിത്രവും ഇഴചേർന്ന് കിടക്കുന്ന 2000 വർഷം പഴക്കമുള്ള ഇന്ത്യ കൊറിയ ബന്ധത്തിന്റെ ജീവിക്കുന്ന തെളിവാണ്. എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരി കൊറിയയിലെ രാജകുമാരിയായി മാറിയത് നമുക്ക് നോക്കാം. ഇന്ത്യൻ രാജകുമാരിയുടെ കൊറിയൻ യാത്രയെക്കുറിച്ച് നിലനിൽക്കുന്ന ഏറ്റവും യുക്തിസഹവും ചരിത്രപരവും അംഗീകരിക്കപ്പെടുന്നതുമായ കാരണങ്ങൾ വിശകലനം ചെയ്താൽ ദിവ്യ സ്വപ്നത്തെ തുടർന്നുള്ള യാത്ര എന്നതിലുപരി അക്കാലത്തെ ആഗോള വ്യാപാര ബന്ധങ്ങളിലേക്കും നയതന്ത്ര ബന്ധങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന ഒന്നാണത്. AD 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയും കിഴക്കനേഷ്യയും തമ്മിൽ ശക്തമായ സമുദ്ര വ്യാപാരം നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ ആയി രാജ്യവംശം വിപുലമായ സമുദ്ര വ്യാപാരം നടത്തിയിരുന്ന കൂട്ടരായിരുന്നു. കൊറിയയിലെ ഗായ സാമ്രാജ്യം ഇരുമ്പുൽപാദനത്തിൽ ലോക പ്രശസ്തവും. ഇന്ത്യയിലെ ചേര പാണ്ഡ്യ രാജ്യങ്ങളിൽ നിന്നും മുത്തുകളും പവിഴങ്ങളും തുണികളും കൊണ്ടുപോവുകയും പകരം കൊറിയയിൽ നിന്ന് ഇരുമ്പും മറ്റ് ലോഹങ്ങളും കൊണ്ടുവരികയും ചെയ്തിരുന്ന ഒരു വ്യാപാര പാത ഇക്കാലത്ത് നിലനിന്നിരുന്നു. ഈ കച്ചവട ബന്ധം ഉറപ്പിക്കുന്നതിനായി നടത്തിയ ഒരു നയതന്ത്ര വിവാഹമായിരിക്കാം ഇതെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതം ചൈനയിലേക്കും കൊറിയയിലേക്കും വ്യാപിച്ചിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത്. ഈ രാജകുമാരിയുടെ യാത്ര ബുദ്ധമത സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നിരിക്കാം. കപ്പലിൽ അവർ കൊണ്ടുപോയ പാസ പഗോഡ എന്ന ശിലാസ്തൂപം ബുദ്ധമത ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മതം പടരുന്നതിനോടൊപ്പം സംസ്കാരങ്ങളും രാജകുടുംബങ്ങളും തമ്മിൽ കലരുന്ന രീതി അക്കാലത്ത് സാധാരണമായിരുന്നു. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും അതിർത്തിയിൽ നിലനിന്നിരുന്ന ആയി രാജവംശം തകരുകയും ആ വംശത്തിലെ ചിലർ കടൽ കടന്ന് സുരക്ഷിതമായ ഇടങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. രാജവംശം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനോ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി രാജകുമാരിയും സംഘവും കിഴക്കോട്ട് യാത്ര തിരിച്ചതാകാം എന്ന് കരുതപ്പെടുന്നു. അവിടെ ചെന്ന് പ്രാദേശിക ഗോത്രത്തലവനായ കിങ് സൂറോയെ വിവാഹം കഴിക്കുന്നതിലൂടെ പുതിയൊരു സങ്കര സംസ്കാരം അവർ കെട്ടിപ്പടുത്തതാകാമെന്നും ചരിത്രകാരന്മാർ പറയുന്നു. കൊറിയയിലെ കിഹയിലുള്ള രാജകുമാരിയുടെ കല്ലറയ്ക്ക് സമീപമുള്ള പാസ പഗോഡ നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൾ കൊറിയയിൽ കാണപ്പെടുന്നവയല്ല. ജിയോളജിസ്റ്റുകൾ നടത്തിയ പരിശോധനയിൽ ഇവ ദക്ഷിണേന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം കല്ലുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തെളിയിക്കുന്നത് ഇതൊരു സാങ്കല്പിക കഥയല്ല, മറിച്ച് വലിയൊരു സംഘം ആളുകൾ ഇന്ത്യയിൽ നിന്നും അവിടേക്ക് കുടിയേറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതിനിടയിലും ഈ അയൂത്ത എന്ന ഇന്ത്യൻ പ്രദേശം യഥാർത്ഥത്തിൽ എവിടെയാണ് എന്ന തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഈ ചോദ്യത്തിന് മുന്നിൽ ചരിത്രകാരന്മാർ 2 തട്ടിലാണ്. ഒരു വിഭാഗം വിശ്വസിക്കുന്നത് ഇത് ഉത്തരേന്ത്യയിലെ അയോധ്യയാണെന്നാണ്. കൊറിയൻ ഉച്ചാരണത്തിൽ അയോധ്യ അയൂത്ത ആയി മാറിയതാകാം എന്ന് അവർ വാദിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് പഴയ തമിഴകത്തിന്റെ ഭാഗമായ ആയി രാജവംശമാണ് ഇതെന്ന് ചരിത്രകാരനായ YP സിംഗ് ഉൾപ്പെടെയുള്ളവർ നിരീക്ഷിക്കുന്നു.
അയോധ്യയിൽ നിന്നും കൊറിയയിലേക്ക് പോകണമെങ്കിൽ ഗംഗാ നദിയിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കടലിലെത്തണം. എന്നാൽ ആ രാജവംശം കടൽ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. കൂടാതെ കൊറിയൻ ഭാഷയും ദ്രാവിഡ ഭാഷകളും തമ്മിലുള്ള അവിശ്വസനീയമായ സാമ്യം ഈ വാദത്തെ ഊട്ടിയുറപ്പിക്കുന്നു. കൊറിയയും തമിഴ്നാടും തമ്മിലുള്ള ആത്മബന്ധം വെറും കഥകളല്ല, അതിന്റെ സ്ഫുരണങ്ങൾ ഭാഷയിൽ പ്രകടമാണ്. ഒരു കൊറിയൻ കുട്ടി തന്റെ അമ്മയെ വിളിക്കുന്നത് ഒമ്മ എന്നാണ്, അച്ഛനെ അപ്പ എന്ന്. ഇത് കേവലം യാദൃച്ഛികതയല്ല. പെൺകുട്ടികൾ മുതിർന്ന സഹോദരിയെ ഉണ്ണി എന്നും പല്ലിനെ ഇപ്പലെന്നും നീ എന്നതിനെ നോ എന്നും പുല്ലിന് പുല്ല് എന്നിങ്ങനെ 500-ലധികം വാക്കുകളാണ് അർത്ഥവ്യത്യാസമില്ലാതെ ഇന്നും കൊറിയയിൽ ഉപയോഗിക്കുന്നത്. കൊറിയൻ ഭാഷയിൽ മനം എന്നത് മനസ്സിനോടും വികാരത്തോടും ചേർന്ന് നിൽക്കുന്ന വാക്കാണ്. പ്രശസ്ത ഭാഷാശാസ്ത്രജ്ഞനായ ഹോമർ ഹുൾബർട്ട് നിരീക്ഷിച്ചത് പ്രകാരം ദ്രാവിഡ ഭാഷകൾക്കും കൊറിയൻ ഭാഷകൾക്കും ഒരേ വേരുകളാണ്. രണ്ട് രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ ഈ ബന്ധത്തെ വെറും ഒരു ഇതിഹാസമായി തള്ളിക്കളയുന്നില്ല. 2019 ഇന്ത്യൻ സർക്കാരും ദക്ഷിണ കൊറിയൻ സർക്കാരും സംയുക്തമായി ഈ രാജകുമാരിയുടെ സ്മരണയ്ക്കായി തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കി. കൊറിയൻ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ ഈ ചരിത്ര ബന്ധം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ദക്ഷിണ കൊറിയയിലെ കിഹെ എന്ന നഗരത്തിൽ ഈ രാജാവിന്റെയും രാജ്ഞിയുടെയും ശവകുടീരങ്ങൾ ഇന്നും ദേശീയ സ്മാരകങ്ങളായി സംരക്ഷിക്കപ്പെടുന്നു. അയോധ്യയിൽ രാജകുമാരിക്കായി ഒരു സ്മാരക പാർക്ക് നിർമ്മിച്ചതും ഈ നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമാണ്. 6 ദശലക്ഷത്തിലധികം വരുന്ന കൊറിയക്കാർ ഇന്നും അഭിമാനത്തോടെ ഈ ഇന്ത്യൻ രാജകുമാരിയുടെ രക്തമാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്നു. മുൻ കൊറിയൻ പ്രസിഡന്റ് കിം ഡേ ജങ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ വംശപരമ്പരയിൽപ്പെട്ടവരാണ്. ഇന്ത്യയുമായുള്ള ഈ ബന്ധത്തെ ഏറ്റവും വലിയ നയതന്ത്ര കരുത്തായാണ് കൊറിയ കാണുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ കൊറിയൻ തരംഗം സത്യത്തിൽ ഒരു രണ്ടാം വരവാണ്. ആധുനിക കാലത്ത് കേക്ക് പോപ്പിലൂടെയും കൊറിയൻ സീരീസുകളിലൂടെയും കൊറിയ നമ്മുടെ ഹൃദയം കീഴടക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് സ്നേഹത്തിന്റെ മറ്റൊരു ഭാഷയുമായി ഒരു ഇന്ത്യൻ പെൺകുട്ടി കൊറിയക്കാരുടെ ഹൃദയം കീഴടക്കിയിരുന്നു.